രാവിലെ 9 മണി. ഇയാൾക്ക് ഇത് തന്നെയാണ് പരിപാടി. എല്ലാവരും ഇങ്ങനെ ചോർത്തി കിടക്കുന്നത്. അവള് നടന്നു തന്നെ നോക്കുന്നത്. സ്ത്രീകളുടെ അടുത്തൊക്കെ അടിക്കാൻ വേണ്ടിട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വിഷമാവും. പുള്ളി അങ്ങനെയൊന്നും ചെയ്യാറില്ല. വാർത്താളം മാത്രമല്ലേ ഉള്ളൂ. നിങ്ങളോട് ഞാൻ പറഞ്ഞ സെയിം തന്നെയാണ്. ഇതിനെന്താണ് ഇപ്പൊ പറയുന്നത്? ഇത് വല്ല പ്രശ്നമുണ്ടോ? എനിക്ക് തോന്നണേ ആളിനെല്ലാരും വെറുപ്പിക്കണം, അതാണ് സംഭവം. എന്നാലും ഒറ്റക്ക് പുള്ളി പറയല്ലോ, ഒറ്റക്ക് കളിക്കണമെങ്കിൽ പേടിയുണ്ടോ തോന്നണേടാ. കണ്ടോ നടക്ക്, പുള്ളിയുടെ ഫ്രണ്ടിൽ നിൽക്കുള്ള പേടിയാ തോന്നുന്നു. ആരും ചോദിച്ചത് ഇവിടെ? അല്ലല്ല, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? ഉപദേശിക്കാൻ വന്നത് കണ്ടത് എന്റെ ശിവന്റെ. ഉണ്ട കളിച്ച് ഇഷ്ടപ്പെട്ടു. ഇവിടുന്ന് പോയി അടുത്ത ഉണ്ടാക്കും. ഞാൻ അടുത്താണ് കേട്ടോ. പറഞ്ഞു പോയാ പോരെ. ചോദിച്ചാറില്ലത് അവിടെ. ഡൈനിങ് ടേബിൾ നിങ്ങളുടെയാണോ? എന്നാൽ അത് വളരെ മോശമായി കിടക്കായിരുന്നു. അല്ല, ഞങ്ങൾ ഇന്നോട്ടാ തുടങ്ങുന്നത്. അപ്പൊ ഇന്നലെ വൃത്തികേടായിരുന്നെങ്കിൽ ഒന്നും ചെയ്യണ്ട. ഇന്നലെ ഞങ്ങൾ ക്യാപ്റ്റനോട് ചോദിച്ചതാ. ക്യാപ്റ്റന്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. താൻ തന്റെ വീട്ടിലാണെങ്കിലേ ക്യാപ്റ്റൻ പറഞ്ഞിട്ടാണോ? ഞാൻ പറയാതെ ഇത് എന്റെ വീട്, അവൾ കൊറേ എക്സ്പ്രഷൻ ഇട്ടിട്ടുണ്ട്. ഡൈനിങ് ടേബിള് കണ്ടറിഞ്ഞ് വൃത്തിയാക്കേണ്ടതാണ്. ഞാനത് വൃത്തിയാക്കിയിട്ട് കടന്നു തുടങ്ങിയത്. കുറ്റം പറഞ്ഞതല്ല. ഇയാള് കത്തിക്കയറാണ്, കുറ്റം പറഞ്ഞതല്ല ഞാൻ. അതെ, അയാളെ കത്തി അപ്പൊ എന്നാണ്ട കത്തിക്കയറണേ. ആരാ കത്തിക്കയറണേ? അവളാണ് കത്തിക്കയറ. കണ്ടോ പ്ലേ ചെയ്ത് പുള്ളി കണ്ണോടിച്ചിട്ട് ക്യാമറ തന്നെ എന്റെ നേരെ നോക്കുന്നുണ്ടോ നോക്കുക. ആളതാണല്ലോ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ക്യാമറ തിരിയുന്നുണ്ടല്ലോ അല്ലേ. എന്ത് മനുഷ്യനല്ലേ. ആണോ ക്യാമറ അവിടെ ഇരിക്കുന്നത്? എവിടെ ഇരുന്ന് കുട്ടൻ? ഞാൻ പറയും തന്നെ ആക്റ്റീവ് ആക്കിയത് ഞാൻ ആക്റ്റീവ് ആക്കിയതാ പറഞ്ഞത്. നിങ്ങൾക്ക് കഴിവില്ലാന്ന് പറഞ്ഞിട്ടില്ല. ഇയാളെന്താ തുള്ളണേ? എന്താ ഇവിടെ സംഭവിക്കുന്നത്? ആ പെണ്ണിന്റെ എക്സ്പ്രഷൻ ഒക്കെ ഉണ്ടോ? തൊണ്ട ശരിയായല്ലേ. നാളെ പൊക്കോളും. എന്നോട് വല്ല വിഷമമുണ്ടെങ്കിൽ എന്റെ എതിർപ്പുണ്ടെങ്കിൽ ഞാൻ തെറ്റായിട്ട് പറഞ്ഞില്ലെങ്കിൽ ക്ഷമയെന്ന് ഞാൻ ചോദിക്കില്ല. ഏത്തപ്പെടും ഞാൻ. അത് സത്യം കേട്ടാ. ആളെ ഉടുത്തവര് ഇങ്ങനെയൊക്കെ എന്താ ചെയ്യണ്ടേ?
18 വരെ റെസ്പെക്ട് ഉണ്ടാക്കാൻ വേണ്ടി വന്നവനല്ലേ രതീഷ് കുമാർ. അത് മനസ്സിലാക്കിയോ? രതീഷ് കുമാർ രതീഷ് കുമാർ ഒറ്റയാൾ പോരാട്ടം നടത്തും. തന്റെ റെസ്പെക്ട് ആർക്ക് വേണോ? ആർക്ക് വേണോ തന്റെ റെസ്പെക്ട്? തന്റെ റെസ്പെക്ട് എനിക്ക് വേണ്ടോ? രതീഷൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത്? പുള്ളി എന്തൊക്കെ കാണിക്കണേ? പുള്ളിക്ക് നല്ല സ്ക്രീൻ വേണം. ഇങ്ങനെ ഈ സ്ക്രീൻ വാങ്ങോ? അങ്ങനെ ആർക്കും കൊടുക്കണത്, ആരും എല്ലാരും ഓടിയിടുന്ന പുള്ളിക്ക് മാത്രം മതി. അത് കണ്ണൊക്കെ പോലുണ്ടോ? കണ്ണൊക്കെ ഓടുക. ക്യാമറ ഒക്കെ എവിടെ? കഥകളി മുഴുവൻ ക്യാമറ എല്ലാം എന്റെ നേരെ ഉണ്ടല്ലോ. പുള്ളി വിചാരിക്കുന്നത് വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് നല്ല പുള്ളി റോബിൻ ഇൻസ്പയർഡാ. റോബിൻ ഇൻസ്പയർഡാ. എന്റെ റോബി കാര്യം ഉണ്ടായോ? പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.